നമസ്കാരം. അനിൽ പരുന്ന ഡ്രീം സോൺ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും വളരെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡ്രീം ഫുൾഫിൽമെൻറ്റിന് ആവശ്യമായ പ്രാക്ടിക്കൽ സ്റ്റെപ്സ്, പ്രായോഗികമായ വഴികൾ ഇനി നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യത്തിലും എപ്രകാരം അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. നമ്മളുടെ ജീവിതത്തിലെ ഡ്രീംസ്, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മേഖലയിലുമുള്ള ഡ്രീംസ് എങ്ങനെ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ക്രമമായി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആദ്യത്തേത് എഡ്യൂക്കേഷൻ ഫീൽഡ്, വിദ്യാഭ്യാസ വഴിയിൽ നമുക്ക് എന്താണ് ഡ്രീം എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ഉപരിപഠനം നടത്താനായി ആരംഭിക്കുന്ന ഒരു വ്യക്തി, ഉപരിപഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, വിദേശ പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, വിദേശ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾ അവർക്ക് തങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ഡ്രീം, ഒരു സ്വപ്നം, നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു തീവ്രമായ ആഗ്രഹം അല്ലെങ്കിൽ ദൃഢനിശ്ചയത്തോടു കൂടിയ ഒരു ലക്ഷ്യം, അതുമല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ ചിന്തിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലിയർലി ഡിഫൈൻ യുവർ ഡ്രീം എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് വ്യക്തമായി നിർവചിച്ചിരിക്കണം. എനിക്ക് ഇന്ന ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചിരിക്കണം. അത് ഏതെങ്കിലും ഒരു ശതമാന നിലവാരത്തിൽ വിൻ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അത്, ഏതെങ്കിലും ഒരു റാങ്ക് നിലവാരത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണെങ്കിൽ അത്, ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അങ്ങനെ. അതെന്താണെന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന് ആദ്യം നിർവചിക്കണം. Then write down it clearly on a book. നിങ്ങൾ പ്രത്യേകമായി ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറെടുത്ത ഒരു ബുക്കിലേക്ക് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിടുക. എന്നിട്ടത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു പ്രാവശ്യം അതെടുത്ത് നോക്കണം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് ഒരു നിശ്ചിത സമയമെടുത്ത് നോക്കണം. അത് ആവശ്യമാണ്. നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഡ്രീം എന്താണെന്ന് സ്വയം ഡിഫൈൻ ചെയ്യുക, നിർവചിക്കുക. പിന്നീട് അത് ഒരു ബുക്കിൽ കൃത്യമായി വ്യക്തമായി എഴുതിയിടുക. മൂന്നാമതായി, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ ബുക്ക് എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ എഴുതിയിട്ട നിങ്ങളുടെ ലക്ഷ്യം പല ആവർത്തി വായിച്ചു നോക്കണം. അടുത്തതായിട്ട് ബ്രീത്തിങ് എക്സർസൈസ്. നിങ്ങളൊരു ദീർഘമായ ശ്വാസം വളരെ സാവധാനം ക്രമമായി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
വളരെ സാവധാനം കൃത്യമായ ഒരു രീതിയിൽ ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുത്താൽ 1 നിമിഷം ആ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യണം. ആ ശ്വാസം ഉള്ളിൽ തങ്ങി നിർത്തണം. അത് കഴിഞ്ഞ് അതേ ഇടവേളയിൽ ഒരു ദീർഘനിശ്വാസം ചെയ്യണം. എത്രത്തോളം സമയം അപ്രോക്സിമേറ്റ്ലി എടുത്താണോ ആ ശ്വാസം ഉള്ളിലേക്ക് എടുത്തത് അത്രയും സമയം കൊണ്ട് അത് പുറത്തേക്ക് വിടണം. സാവധാനം ക്രമമായി ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 1 നിമിഷ നേരം ആ ശ്വാസം ഉള്ളിൽ തങ്ങി നിർത്തുക. പിന്നീട് അതേപോലെ ഒരു ദീർഘനിശ്വാസമായി അത് വെളിയിലേക്ക് വിടുക. ഈ പ്രക്രിയ 12 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. രാവിലെ നിങ്ങളുടെ ഡ്രീം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഇതാണ്. 12 തവണ ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തിരിക്കണം. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് വച്ചിരിക്കുന്നതായ നിങ്ങളുടെ ഡ്രീം ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതിയിട്ട ഡ്രീം ഒരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഡേ ടു ഡേ റൊട്ടീൻസിലേക്ക് പോകാം. ഇതിങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഡ്രീം ആദ്യം ഡിഫൈൻ ചെയ്യണം, പിന്നീട് അത് എഴുതിയിടണം, പിന്നീട് നിത്യവും രാവിലെയും വൈകിട്ടും അത് വായിക്കണം. പിന്നീട് ഈ ബ്രീത്തിങ് എക്സർസൈസ് പരിശീലിക്കാൻ തുടങ്ങുക. ബ്രീത്തിങ് എക്സർസൈസ് 12 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളുടെ ഡ്രീം ബുക്ക് എടുത്ത് നിങ്ങൾ എഴുതിയിട്ട ഡ്രീം ഒരു 4 പ്രാവശ്യം വായിക്കുക. ഇതൊരു റൊട്ടീനായി മാറണം. അത് കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അഫർമേഷൻ. ബ്രീത്തിങ് എക്സർസൈസിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്രീം വളരെ സുന്ദരമായി എഴുതിയിട്ട ഒരു വാചകത്തിലൂടെ ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ പഠിക്കുന്ന കോഴ്സിന് 95% മാർക്ക് നേടി ജയിക്കുവാൻ എനിക്ക് സാധിച്ചതിന് നന്ദി. അങ്ങനെ വേണം അത് പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ ഇതേ വാചകം ആവർത്തിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴ്സിന് 95% മാർക്ക് നേടി ജയിക്കുവാൻ സാധിച്ചതിന് നന്ദി. 95 എന്നുള്ളത് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഒരു സംഖ്യ പറഞ്ഞതേ ഉള്ളൂ. 96 എന്നോ 97ഓ 98ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോയിന്റ് എത്രയാണോ അതിനനുസരിച്ച് ആ ഒരു നമ്പർ ഫിക്സ് ചെയ്യുക. നിങ്ങൾ സൃഷ്ടിച്ച വളരെ കൃത്യമായ ഭംഗിയുള്ള ഒരു വാചകത്തിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി എന്ന അർത്ഥത്തിൽ തന്നെ പറയണം. അത് ഒരു 5 പ്രാവശ്യം പറയുക. ഞാൻ ആഗ്രഹിച്ചതുപോലെ 95% മാർക്ക് നേടി വിജയിക്കുവാൻ സാധിച്ചതിന് നന്ദി. ആ നന്ദി എന്തിനോടാണെന്ന് മനസ്സിൽ സംശയം തോന്നണ്ട. നമ്മളത് യൂണിവേഴ്സിനോട്, പ്രപഞ്ച മനസ്സിനോടാണ് ആ നന്ദി പറയുന്നത്. അത് എടുത്തുച്ചരിക്കേണ്ട ആവശ്യമില്ല. സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. ഇതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രീം എന്താണെന്ന് നിശ്ചയിക്കുക, അതൊരു ബുക്കിൽ എഴുതിയിടുക. എഴുതിയിട്ട ബുക്ക് നിത്യവും രാവിലെയും വൈകിട്ടും എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. പിന്നീട് ബ്രീത്തിങ് എക്സർസൈസ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുതിയിട്ട ആ ബുക്ക് വീണ്ടും എടുത്ത് ഒരു 4 പ്രാവശ്യം വായിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ
തയ്യാറാക്കി വച്ചിരിക്കുന്ന ഈ അഫർമേഷൻ സെന്റൻസ്, നന്ദി പറയാൻ ഉപയോഗിക്കുന്ന ഈ വാചകം ഒരു 5 പ്രാവശ്യം ഉച്ചരിക്കുക. ഒടുവിൽ 7ാമതായിട്ട് അത്രയും ഉച്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ മാർഗത്തിൽ എന്താണോ ആഗ്രഹിച്ചത്, നമ്മളൊരു ഹൈ കോഴ്സ് ചെയ്യുകയാണ്, 95% മാർക്കോടുകൂടി വിജയിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിൽ നമ്മൾ അത്രയും മാർക്ക് നേടി വിജയിച്ചതായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൈപ്പറ്റുന്നതായിട്ടും മനസ്സിൽ തീവ്രമായി ഭാവന ചെയ്യുക, ഇമാജിൻ ചെയ്യുക. അതാണ് 7ാമത്തെ സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പുകൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യുക. ആദ്യത്തെ ദിവസം 1ാമത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. 2ാമത്തെ ദിവസം 1ഉം 2ഉം സ്റ്റെപ്പ് ചെയ്യുക. 3ാമത്തെ ദിവസം 1ഉം 2ഉം 3 സ്റ്റെപ്പ്. അങ്ങനെ 7ാം ദിവസം കൊണ്ട് എല്ലാ സ്റ്റെപ്പുകളും പൂർത്തിയാക്കി പിന്നീട് അങ്ങോട്ട് നിത്യവും ഈ 7 സ്റ്റെപ്പുകൾ കൃത്യനിഷ്ഠയോടുകൂടി ഏകാഗ്രതയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ അവസരമുണ്ടാകും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. നന്ദി, നമസ്കാരം.